കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 ഇനിയും പഠിച്ചു തുടങ്ങിയില്ലേ? 600-ലധികം വേക്കൻസീസ് പ്രതീക്ഷിക്കുന്ന ഈ ഒരു സുവർണാവസരം നിങ്ങൾ പാഴാക്കരുത്. മെക്കാനിക്കൽ ആൻഡ് സിവിൽ ടോപ്പിക്സ് ഒരുമിച്ച് പഠിക്കുന്നതാണ് നിങ്ങളുടെ പ്രോബ്ലമെങ്കിൽ കഴിഞ്ഞ ഓവർസിയർ പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ടെക് PSC നിങ്ങൾക്കുള്ള സൊല്യൂഷനുമായി എത്തിയിരിക്കുന്നു. ഓവർസിയർ ഗ്രേഡ് 3 തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ടെക് PSC ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും പരീക്ഷാ തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ പ്രത്യേകതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ സർവേയിങ്ങിലെ GPS, GIS എന്നീ 2 ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് GPS-നെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ, GPS-നെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. GPS ഫുൾ ഫോം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഈ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. ഫുൾ ഫോം മാത്രമായിട്ട് അങ്ങനെ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ GPS എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? GPS എന്ന് പറയുന്നത് ഒരു റേഡിയോ നാവിഗേഷൻ സിസ്റ്റമാണ്. അതായത് സാറ്റലൈറ്റ്സിനെ യൂസ് ചെയ്ത് നമ്മുടെ എർത്തിലുള്ള ഏത് പോയിന്റ് നമ്മൾ പിൻ പോയിന്റ് ചെയ്താലും ആ പോയിന്റിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക എന്നതാണ് GPS ചെയ്യുന്നത്. എന്നിട്ട് ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അത് നമ്മുടെ യൂസറിലേക്ക് അയച്ചു തരുന്നു. അപ്പം നമ്മളിലൊക്കെ GPS യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഫോണിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യേണ്ടപ്പോൾ അതിൻ്റെ ലൊക്കേഷനൊക്കെ GPS യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ എക്സാക്ട് ലൊക്കേഷൻ പിൻ പോയിന്റ് ചെയ്ത് തരുന്നത്, അതും ആ ലൊക്കേഷനിലേക്കുള്ള റൂട്ടും നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാം നമ്മുടെ സ്പേസിലുള്ള സാറ്റലൈറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. റേഡിയോ നാവിഗേഷൻ സിസ്റ്റം ആൻഡ് ലൊക്കേറ്റ്സ് പ്ലേസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സാറ്റലൈറ്റ്സ്. ഇപ്പോൾ GPS ഇൻട്രൊഡ്യൂസ് ചെയ്തതും അത് ഇപ്പോൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതും US എയർഫോഴ്സ് ആണ്. ഇനി GPS-ൽ നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ കോമ്പണൻസ്, ഓരോ കോമ്പണൻറ്റിൻ്റെ യൂസസ് ഒക്കെയാണ്. അപ്പം 3 കോമ്പണൻസ് ആണ് മെയിനായിട്ട് GPS-നുള്ളത്. ഒരു യൂസർ കോമ്പണൻ്റ് ഉണ്ട്, ഒരു സ്പേസ് കോമ്പണൻ്റ് ഉണ്ട്, പിന്നെ ഒരു കൺട്രോൾ സെഗ്മെൻറ്റും ഉണ്ട്. അപ്പം യൂസർ കോമ്പണൻ്റ് അല്ലെങ്കിൽ യൂസർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസേഴ്സാണ്. അപ്പോൾ ഒന്നുകിൽ സിവിലിയൻ യൂസേഴ്സ് ആകാം, അല്ലെങ്കിൽ മിലിറ്ററി യൂസേഴ്സും ആകാം. അപ്പം മിലിറ്ററി ആപ്ലിക്കേഷൻസിനായിട്ട് ഇപ്പം കൺട്രിയുടെ ബൗണ്ടറിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, മറ്റ് രാജ്യങ്ങളുടെ വക ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്ന കൂട്ട് ഇപ്പം ഒരു യുദ്ധം നടക്കുമ്പോൾ കൺട്രിയുടെ വാർ ഫീൽഡിൽ വരുന്ന ചേഞ്ചസ്, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് GPS യൂസ് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ മിലിറ്ററി ആപ്ലിക്കേഷൻസ് വരുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിവിലിയൻ ആപ്ലിക്കേഷൻസ്. അതായത് ട്രാവൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റിൽ ലൊക്കേഷൻ അറിയാനായിട്ട്, ട്രാവൽ റൂട്ട് കണ്ടുപിടിക്കാൻ, ഇതെല്ലാം സിവിലിയൻ ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. അപ്പോൾ ഈ സിവിലിയൻ ആപ്ലിക്കേഷനും മിലിറ്ററി ആപ്ലിക്കേഷനും വരുന്നത് GPS-ൻ്റെ യൂസർ സെഗ്മെൻറ്റിലാണ്. യൂസർ സെഗ്മെൻറ്റ് ഇസ് എ റിസീവർ യൂണിറ്റ് ദറ്റ് റിസീവ്സ് ദ സിഗ്നൽസ് ഫ്രം ദ സാറ്റലൈറ്റ്. ഇനി യൂസർ സെഗ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാർട്സ് ക്ലോക്ക് ആക്യുറസിയാണ്. അപ്പോൾ ഇതൊരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചതായിരുന്നു, യൂസർ സെഗ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഏത് ക്ലോക്കാണെന്നുള്ളത്. അപ്പോൾ ഇറ്റ്സ് ക്വാർട്സ് ക്ലോക്ക് ആക്യുറസിയിലാണ് യൂസർ സെഗ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് സ്പേസ് സെഗ്മെൻറ്റ്. ഇപ്പോൾ സ്പേസ് സെഗ്മെൻറ്റിലാണ് നമ്മുടെ സാറ്റലൈറ്റ്സ് വരുന്നത്. ഇനി ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എത്ര സാറ്റലൈറ്റ്സ് ആണ് GPS-ൽ വരുന്നത് എന്നത്. 24 എർത്ത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്സ് ആണ് GPS-ൽ വരുന്നത്. അപ്പോൾ ഈ 24 സാറ്റലൈറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് GPS വർക്ക് ചെയ്യുന്നത്. 24 എർത്ത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്സ് ഇൻ 12-hour നിയർ സർക്കുലർ ഓർബിറ്റ്സ്. അപ്പോൾ ഒരു സാറ്റലൈറ്റ്, 24 എണ്ണത്തിൽ ഓരോ സാറ്റലൈറ്റും എർത്തിനെ കംപ്ലീറ്റ്ലി ഓർബിറ്റ് ചെയ്ത് വരാനായിട്ട് അതിന് 12 മണിക്കൂറാണ് വേണ്ടി വരുന്നത്. ഇറ്റ്സ് മെയിൻ പർപ്പസ് ഇസ് ടു ട്രാൻസ്ഫർ ദ സിഗ്നൽസ് ഫ്രം ദ യൂസർ സെഗ്മെൻറ്റ് ടു ദ കൺട്രോൾ സെഗ്മെൻറ്റ്. ഇപ്പോൾ യൂസർ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിവിലിയൻ യൂസറാണ് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്കുള്ള ട്രാവൽ റൂട്ട് ചോദിച്ചുവെങ്കിൽ ഇത് സ്പേസ് സെഗ്മെൻറ്റ് ഈ ലൊക്കേഷൻ കൺട്രോൾ സെഗ്മെൻറ്റിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഈ കൺട്രോൾ സെഗ്മെൻറ്റാണ് ഈ കറക്റ്റായിട്ടുള്ള ഡേറ്റ യൂസർ സെഗ്മെൻറ്റിന് അയച്ചു കൊടുക്കുന്നത്. ആറ്റോമിക് ക്ലോക്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദീസ് സാറ്റലൈറ്റ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സാറ്റലൈറ്റ്സ് വർക്ക് ചെയ്യുന്നത് അറ്റോമിക് ക്ലോക്കിൻ്റെ ആക്യുറസിയിലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു യൂസർ സെഗ്മെൻറ്റിൽ ക്വാർട്സ് ക്ലോക്ക് ആക്യുറസിയും
സ്പേസ് സെഗ്മെൻറ്റിൽ അറ്റോമിക് ക്ലോക്ക് ആക്യുറസിയിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തേതാണ് കൺട്രോൾ സെഗ്മെൻറ്റ്. അപ്പോൾ കൺട്രോൾ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു US എയർഫോഴ്സ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് എന്നത്. അപ്പോൾ ഇവരുടെ തന്നെ കുറേ കൺട്രോൾ സെൻറ്റേഴ്സ് ഉണ്ട് എർത്തിൽ. പല സെൻറ്റേഴ്സിലായിട്ടാണ് ഈ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ഡേറ്റ ഇവർ അനലൈസ് ചെയ്തിട്ട് യൂസർ സെഗ്മെൻറ്റിലേക്ക് അയച്ചു കൊടുക്കുന്നത്. The control segment is a segment which controls as well as provides accurate data to the user segment. This has master control station, monitor stations and ground antennas which passively track the satellites, accumulating ranging data from navigation signals. ഇപ്പോൾ ഈ കൺട്രോൾ സെഗ്മെൻറ്റിൽ വരുന്നതാണ് ഈ ഗ്രൗണ്ട് ആൻറ്റനാസ്. അതേപോലെ ഇവർക്കൊരു മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ ഉണ്ട്, അതേപോലെ മോണിറ്ററിംഗ് സ്റ്റേഷൻസ് ഉണ്ട് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ഇവിടെ ഈ സാറ്റലൈറ്റിൽ നിന്നും അയക്കുന്ന ഡേറ്റ ഇവർ അനലൈസ് ചെയ്തിട്ട് യൂസേഴ്സിന് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഓർത്തോളുക, GPS-ന് 3 സെഗ്മെൻറ്റ്സ് ആണുള്ളത്. ഈ 3 സെഗ്മെൻറ്റിലും അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അവരുടെ യൂസ് എന്താണ്, ഓരോ സെഗ്മെൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടെ അറിഞ്ഞിരിക്കേണ്ടത്, for accurate positioning along with altitude, the constellation ensures at least 4 satellites in view from any point on the Earth at any time. ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൻ്റെ ലൊക്കേഷൻ നമുക്ക് അറിയണമെങ്കിൽ, GPS-ൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയണമെങ്കിൽ മിനിമം 4 സാറ്റലൈറ്റ്സിനെങ്കിലും ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് വിസിബിൾ ആയിരിക്കണം അറ്റ് എ ടൈം. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിരുന്നു. കറക്റ്റ് ആക്യുറേറ്റ് പൊസിഷനിങ്ങിന് വേണ്ടിയിട്ട് എത്ര സാറ്റലൈറ്റ്സിൻ്റെ ഹെൽപ്പ് ഒരു ടൈമിൽ വേണ്ടി വരുന്നു എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൻ്റെ ലൊക്കേഷൻ നമുക്ക് അറിയണമെങ്കിൽ ആ പോയിന്റിൽ വിസിബിളായിട്ട് മിനിമം 4 സാറ്റലൈറ്റ്സ് എങ്കിലും വേണം. എന്നാലേ കറക്റ്റായിട്ട് ലൊക്കേഷൻ ഇൻക്ലൂഡിങ് ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് സാറ്റലൈറ്റ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ യൂസിങ് GPS. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ GPS-ൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, GPS സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ഇസ് മെയ്ഡ് ഓഫ്. ഓക്കെ, GPS-ൽ എത്ര സാറ്റലൈറ്റ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 24 സാറ്റലൈറ്റ്സ് ആണ്. അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. For determining accurate position of user in GPS, one needs to receive signals from at least dash satellites. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ആക്യുറേറ്റ് പൊസിഷനിങ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ മിനിമം 4 സാറ്റലൈറ്റ്സിൽ നിന്നുള്ള ഡേറ്റ നമുക്ക് വേണം. ഇപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 4. വിച്ച് സെഗ്മെൻറ്റ് ഓഫ് GPS കൺസിസ്റ്റ് ഓഫ് സാറ്റലൈറ്റ്? യൂസർ സെഗ്മെൻറ്റ്, കൺട്രോൾ സെഗ്മെൻറ്റ്, സ്പേസ് സെഗ്മെൻറ്റ്, ഓൾ ദ അബോവ്. ഇപ്പോൾ GPS-ൽ സാറ്റലൈറ്റ്സ് വരുന്നത് സ്പേസ് സെഗ്മെൻറ്റിലാണ്. ഓപ്ഷൻ സി. ഓർബിറ്റൽ റേഡിയസ് ഓഫ് GPS സാറ്റലൈറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, GPS സാറ്റലൈറ്റ്സിൻ്റെ ഓർബിറ്റൽ റേഡിയസ്, എർത്തിന് ചുറ്റും 12 മണിക്കൂർ വേണം ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് ഓർബിറ്റ് ചെയ്യാനെന്ന് നമ്മൾ പറഞ്ഞു ഒരു സാറ്റലൈറ്റിന്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോണം. 26,600 കിലോമീറ്റേഴ്സ് ആണ് അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ റേഡിയസ് വരുന്നത്. 26,600 കിലോമീറ്റർ. GIS സ്റ്റാൻഡ്സ് ഫോർ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ GIS എന്ന ടോപ്പിക്കിലേക്ക് വരുവാണ്. ഇപ്പോൾ GPS-ൽ ഇത്രയും പറഞ്ഞ പോർഷൻസും ഇതിൽ പുറത്തോട്ട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും പോർഷൻസ് എങ്കിലും പക്കയായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് GIS എന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ GIS എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ സാറ്റലൈറ്റ്സിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ എർത്തിൻ്റെ പല ലൊക്കേഷൻസിലെ ഡേറ്റ, ഇമേജ് ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ്, ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിൻ്റെ ഷേപ്പ്, അതിൻ്റെ അവിടെയുള്ള ടെറൈൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇപ്പോൾ ഫോറസ്റ്റ് ആണെങ്കിൽ അതിൽ ആനിമൽസിൻ്റെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ പ്രസൻസ്, ഇതെല്ലാം നമുക്ക് സാറ്റലൈറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടി കളക്ട് ചെയ്ത് ഈ ഡേറ്റയെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് അതിനെ അനലൈസ് ചെയ്യാനും ആ ഡേറ്റയെ പ്രസൻറ്റ് ചെയ്യാനുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ GIS. ജോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം, അതിൻ്റെ ഫുൾ ഫോം ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ GIS-ൻ്റെ ഫുൾ ഫോം ജോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. GIS is a computer system for capturing, storing, checking and displaying data related to positions on Earth's surface. അപ്പോൾ ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഒക്കെ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോറസ്ട്രി, അതേപോലെ വൈൽഡ് ലൈഫ്, ഇപ്പോൾ വൈൽഡ് ലൈഫ് ഒക്കെ ഡിപ്ലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യാനൊക്കെ GIS-ൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻസ് ഒരുപാട് വരാറുണ്ട്. ഇപ്പോൾ GIS-ൽ നമുക്ക് ഇതേപോലെ സാറ്റലൈറ്റ്സ് ഉണ്ട്. സാറ്റലൈറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഈ ഡേറ്റ നമ്മളൊരു സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർസ് ഉണ്ട്, സോഫ്റ്റ്വെയർസിലിട്ട് അനലൈസ് ചെയ്ത് അതിനെ പല ടാബുലർ കോളംസും ബാർ ചാർട്ട്സും ഒക്കെ ആയിട്ട്
നമുക്ക് ആ ഡേറ്റ അനലൈസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മളത് അനലൈസ് ചെയ്യുകയും പിന്നീട് ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയും GISൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് നമുക്ക് ഈ സോഫ്റ്റ്വെയർ റൺ ചെയ്യാനുള്ള ഹാർഡ്വെയർ വേണം. അതായത് കമ്പ്യൂട്ടർ, കീബോർഡ്, മൗസ്, അതേപോലെ ഈ ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഡിസ്കുകൾ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹാർഡ്വെയർ കോമ്പണൻറ്റിലാണ് വരുന്നത്. GIS ഹാർഡ്വെയർ റെഫേഴ്സ് ടു ദ ഫിസിക്കൽ ഡിവൈസസ് നെസസറി ടു റൺ ദ GIS സോഫ്റ്റ്വെയർ and store the vast amount of spatial data. This includes computers, servers, GPS units, etc. ഇനി അടുത്ത കോമ്പണൻറ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ. ഇപ്പോൾ GIS വർക്ക് ചെയ്യുന്ന പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. കോമൺ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില സോഫ്റ്റ്വെയർസ് ആണ് ArcGIS, QGIS എന്നിവ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർസ് നമുക്ക് ഈ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയെ അനലൈസ് ചെയ്യാൻ, അതിനെ പല ഫോംസ് ആയിട്ട്, അതായത് ചാർട്ട്സ് ആയിട്ടും അതേപോലെ ടാബുലർ കോളം ആയിട്ടൊക്കെ മാറ്റാൻ, റീഅറേഞ്ച് ചെയ്യാൻ, നമുക്ക് വിസിബിളി കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ ഇൻഫർമേഷനെ മാറ്റാനൊക്കെ നമുക്ക് ഈ സോഫ്റ്റ്വെയർസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത സെഗ്മെൻ്റാണ് ഡേറ്റ. അപ്പോൾ ഡേറ്റയിലാണ് നമുക്ക് ഈ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഡേറ്റ ഉണ്ടാകാം, സ്പേഷ്യൽ ഡേറ്റ ആൻഡ് നോൺ സ്പേഷ്യൽ ഡേറ്റ. ഈ സ്പേഷ്യൽ ഡേറ്റ എന്ന് വെച്ചാൽ സാറ്റലൈറ്റ് ക്യാപ്ചർ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ്റെ ഇപ്പോൾ ബൗണ്ടറീസ് ആകാം, അത് എത്ര എക്സ്റ്റെൻറ്റ് ഉണ്ട് എന്നുള്ളത്, അതേപോലെ അവിടുത്തെ അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ബൗണ്ടറീസ് എത്ര വരുന്നു, ടോട്ടൽ ഏരിയ, അപ്പോൾ ഇതെല്ലാം ഈ സ്പേഷ്യൽ ഡേറ്റയിലാണ് വരുന്നത്. ആ ഒരു സ്ലോപ്പ് ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഇനി അടുത്ത നോൺ സ്പേഷ്യൽ ഡേറ്റയിൽ ആ പർട്ടിക്കുലർ ഫോറസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കും വരുന്നത്. അതായത് ഇപ്പം വെജിറ്റേഷൻ ഒരുപാടുണ്ടോ, വൈൽഡ് ലൈഫ് ഉണ്ടോ, അപ്പോൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ഈ നോൺ സ്പേഷ്യൽ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ഡേറ്റയിലാണ് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇനിയും ഈ ഡേറ്റയെ GIS സ്റ്റോർ ചെയ്യുന്ന രണ്ട് ഫോംസിലാണ്. വെക്റ്റർ ഫോമും അല്ലെങ്കിൽ വെക്റ്റർ ഡേറ്റ അല്ലെങ്കിൽ വെക്റ്റർ മെത്തേഡ് എന്ന് പറയാറുണ്ട്, അതേപോലെ റാസ്റ്റർ ഡേറ്റയും. ഈ വെക്റ്റർ ഡേറ്റയിൽ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കിട്ടുന്ന ഡേറ്റ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്പേഷ്യൽ ആൻഡ് നോൺ സ്പേഷ്യൽ ഡേറ്റ ലൈൻസിൻ്റെ അല്ലെങ്കിൽ അതേപോലെ പോളിഗണൽ ഷേപ്പിലുള്ള ലിങ്ക്സ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. കോർഡിനേറ്റ് ബേസ്ഡ് റെപ്രസെൻറ്റേഷൻ ഇൻ വിച്ച് ഒബ്ജക്ട്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ പോയിൻറ്റ്സ്, ലൈൻസ് ആൻഡ് പോളിഗൺ. ഇപ്പോൾ ഒരു ഫോറസ്റ്റിൽ തന്നെ ഇപ്പം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വെജിറ്റേഷൻ ഉണ്ട്, ട്രീസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇതിനെ അവർ ഡിസ്പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ലൈൻസ് ആയിട്ട്, പോയിൻറ്റ്സ് ആയിട്ട്, പോളിഗൺ ഷേപ്പിലായിട്ടൊക്കെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വെക്റ്റർ മെത്തേഡ് ഓഫ് സ്റ്റോറേജ് അല്ലെങ്കിൽ വെക്റ്റർ ഡേറ്റ എന്ന് വിളിക്കുന്നത്. ഇനി റാസ്റ്റർ ഡേറ്റയിലാണെങ്കിൽ പിക്സൽസ്, ഗ്രിഡ്സ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചില കാർട്ടൂണിൽ അല്ലെങ്കിൽ ഇപ്പോൾ ചില വീഡിയോ ഗെയിംസിലൊക്കെ ഈ ഡേറ്റ ഇതുപോലെ പിക്സൽ ഫോംസിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, പിക്സലിലെ ഗ്രിഡായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ GISലെ ഈ റാസ്റ്റർ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. Data is represented in a grid of pixels. Geographic space is divided into cells and the objects are represented by group of cells. അപ്പോൾ ഇങ്ങനെ പല സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്, ഇപ്പം ട്രീസിൻ്റെ വെജിറ്റേഷനുള്ള ഏരിയയെ ഒരു ഗ്രൂപ്പ് ഓഫ് 5-6 സെൽസ് ആയിട്ടായിരിക്കും ട്രീസിൻ്റെ വെജിറ്റേഷൻ്റെ ഡേറ്റ അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ പോയിൻറ്റ്സ് ആയിട്ട്, ലൈൻസ് ആയിട്ട് അല്ലെങ്കിൽ പോളിഗൺ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിനെ വെക്റ്റർ ഡേറ്റ എന്നും, ഇതേപോലെ ഗ്രിഡ് ഫോമിൽ സ്ക്വയർസ് ആയിട്ട് അല്ലെങ്കിൽ സെൽസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് നമ്മൾ റാസ്റ്റർ ഡേറ്റ അല്ലെങ്കിൽ റാസ്റ്റർ മെത്തേഡ് ഓഫ് സ്റ്റോറേജ് എന്നും വിളിക്കുന്നു. പിന്നെ നമുക്ക് അവസാനം വരുന്നത് ഈ GISൻ്റെ മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആണ് ഈ കാര്യങ്ങളെല്ലാം സോഫ്റ്റ്വെയർസ് ഹാൻഡിൽ ചെയ്യുന്ന ടെക്നീഷ്യൻസ്, GISൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന ടെക്നീഷ്യൻസ്, അതായത് പീപ്പിൾ കോമ്പണൻ്റ് എന്ന് ജനറലി നമുക്ക് പറയാം. അപ്പോൾ ഇത്രയാണ് GISൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇനി GISൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് GISൻ്റെ ഫുൾ ഫോം ഓഫ് GIS ഇസ് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, among the following dash can be expressed as an example of hardware component of GIS. ഇപ്പോൾ GISൻ്റെ കോമ്പണൻറ്റ്സ് നമ്മൾ പറഞ്ഞാൽ ഹാർഡ്വെയർ കോമ്പണൻറ്റ് പറഞ്ഞു, സോഫ്റ്റ്വെയർ കോമ്പണൻറ്റ് പറഞ്ഞു. അപ്പോൾ അതിൽ ഹാർഡ്വെയർ കോമ്പണൻറ്റിൽ വരുന്നത് ഓപ്ഷൻസ് നോക്കുമ്പോൾ കീബോർഡ്, ArcGIS, AutoCAD, ഡിജിറ്റൈസേഷൻ. അപ്പോൾ ഇതിൽ കീബോർഡാണ് ഹാർഡ്വെയർ കോമ്പണൻറ്റിൽ വരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. Which step in GIS comprises of operations such as reformatting, tabulation, report generation, mapping, post-processing, pre-processing, analysis, capturing? അപ്പോൾ ഈ കിട്ടിയ ഡേറ്റയെ അതിനെ റീഫോമാറ്റ് ചെയ്യുക, അതേപോലെ ടാബുലേഷൻ ചെയ്യുക, റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുക, ഇതെല്ലാം പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ. Which is a fundamental method of representing GIS entities?
മാപ്പിംഗ് മെത്തേഡ്, ഡ്രോയിങ് മെത്തേഡ്, റാസ്റ്റ മെത്തേഡ്, GIS മെത്തേഡ്. അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡ്സ് പറഞ്ഞു GISൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട്, വെക്റ്റർ മെത്തേഡും റാസ്റ്റ മെത്തേഡും. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, റാസ്റ്റ മെത്തേഡ്. വാട്ട് ഇസ് ദ ബേസിക് ഔട്ട്പുട്ട് ഓഫ് GIS ഓർ സ്പേഷ്യൽ ഡേറ്റ അനാലിസിസ് സിസ്റ്റം? ഇപ്പം നമ്മൾ ശരിക്കും GIS യൂസ് ചെയ്ത് നമ്മൾ ഔട്ട്പുട്ട് നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ പല രീതിയിലുള്ള ഔട്ട്പുട്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ ഇതേപോലത്തെ ടാബുലേഷൻ കോളംസ് അല്ലെങ്കിൽ ബാർ ചാർട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഡേറ്റ നമുക്ക് അനാലിസിസിന് ശേഷം നമുക്ക് കിട്ടാം. അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ ഔട്ട്പുട്ട് ഓഫ് GIS എന്ന് പറയുന്നത് മാപ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, മാപ്പ്. ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ GPS-ൽ നിന്നും GIS-ൽ നിന്നും പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ആദ്യം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. അതിനുശേഷമായിരുന്നു ക്വസ്റ്റ്യൻസിലേക്ക് കടന്നത്. അപ്പോൾ ഇതിൽ നിന്നും പുറമേ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പം ഇതോടുകൂടെ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 ഇനിയും പഠിച്ചു തുടങ്ങിയില്ലേ? 600-ലധികം വേക്കൻസീസ് പ്രതീക്ഷിക്കുന്ന ഈ ഒരു സുവർണാവസരം നിങ്ങൾ പാഴാക്കരുത്. മെക്കാനിക്കൽ ആൻഡ് സിവിൽ ടോപ്പിക്സ് ഒരുമിച്ച് പഠിക്കുന്നതാണ് നിങ്ങളുടെ പ്രോബ്ലമെങ്കിൽ കഴിഞ്ഞ ഓവർസിയർ പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ടെക് PSC നിങ്ങൾക്കുള്ള സൊല്യൂഷനുമായി എത്തിയിരിക്കുന്നു. ഓവർസിയർ ഗ്രേഡ് 3 തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ടെക് PSC ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും പരീക്ഷാ തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ പ്രത്യേകതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ ലഭിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.